നിങ്ങളിവിടെ നൽകിയ സ്നേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് ജനപ്രതിനിധി എനിക്ക് ചുറ്റിക്കഴിഞ്ഞാൽ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വർത്തമാനമായ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ തെരഞ്ഞെടുത്തയക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് അമിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന വിപ്ലവം അത് നേരിട്ട് കാണുന്നവരാണ് നമ്മൾ. ആ വികസന വിപ്ലവത്തിനൊരു തുടർച്ചയുണ്ടാവണം. തുടർച്ചയുണ്ടാകണമെങ്കിൽ കേരളത്തിലൊരു നാഥൻ ഉണ്ടാവണം. ഇന്ന് കേരളത്തിലെ നാഥൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു നാഥനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് 10 വർഷമായിട്ട് നമ്മുടെ നാട് ഈ നിലയിലുള്ള പുരോഗതി കൈവരിച്ചത്. നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളായിട്ട് മാറി. നമ്മുടെ ആശുപത്രികൾ മെച്ചപ്പെട്ട ആശുപത്രികളായി. നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMTC നിലവാരത്തിൽ ഉയർന്നു. ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ വൻകിട കമ്പനികൾ വന്നു. 75,000-ഓളം പുതിയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷമായി ടെക്നോ പാർക്കിൽ ജോലി തേടിയെത്തിയത്. കുടിവെള്ളത്തിലൊരു പ്രശ്നം നമ്മൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടിരിക്കുകയാണ്. 2 മാസത്തിനകത്ത് ഇപ്പോൾ 8.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാസേണ്ട പൈപ്പ് ലൈൻ ഇട്ട് വരികയാണ്. അത് ഏതാണ്ട് മൺകുള ടാങ്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ടാങ്കിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെസ്റ്റൊക്കെ നടത്തി അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം മാക്സിമം വേണ്ടിയില്ല. 2 മാസം കഴിയുമ്പോഴേക്ക് ഇന്ന് വെള്ളമൊഴുകുന്ന ടാങ്കിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ടാങ്കിലൂടെ നല്ല പ്രഷറിൽ വെള്ളമൊഴുകുമ്പോൾ നമ്മൾ മൺവിളയിൽ തന്നെ കെട്ടിയ ആ വലിയ ടാങ്കിൽ ഒരു 4-5 മീറ്റർ വെള്ളം എപ്പോഴും ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഉയർന്ന ഇടങ്ങളിൽ പോലും നമുക്ക് കുടിവെള്ളം കിട്ടും. അതിനുവേണ്ടി കഴിഞ്ഞ 10 വർഷമായി നിങ്ങളുടെ MLA എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം അത് അവസാന ഘട്ടത്തിലാണ്. കോവിഡ് വന്നതുകൊണ്ടാണ് ഏതാണ്ട് 1-2 വർഷക്കാലം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. പിന്നീട് കോൺട്രാക്ടർ വലിയ തുക അഡീഷണലായി ചോദിച്ചപ്പോൾ ഗവൺമെന്റ് അത് കൊടുത്തില്ല. ഇതെല്ലാം കൊണ്ട് ഏതാണ്ട് 3-3.5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് കുറച്ച് വൈകിപ്പോയത്. പക്ഷേ 2 മാസത്തിനകത്ത് കമ്മീഷൻ ചെയ്തതോടുകൂടി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ചെങ്കൊടിക്കാടടക്കം എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ കഴിയും.